ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഏട്ടൻ്റെ വീട്ടിൽ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. രാവിലെ തന്നെ എണീച്ചു കുളിച്ചു. ഇവിടെയുള്ള കവിയൂർ അമ്പലത്തിലാണ് പോകുന്നത്. അമ്മ അപ്പോൾ സെറ്റ് മുണ്ട് ഉടുത്തു തരാണ്. എനിക്ക് സെറ്റ് മുണ്ട് ഉടുക്കാൻ വലിയ വശമില്ല. അതുകൊണ്ട് അമ്മ എനിക്ക് ഉടുപ്പിച്ച് തരുവാണ്. സാരി എനിക്ക് പിന്നെയും കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിൽ കൊടുക്കും. സെറ്റ് മുണ്ട് ഒട്ടും വശമില്ല. ഇപ്പം പിന്നെ ഓക്കെ ആയി. ഇപ്പോൾ രണ്ടാമത്തെ തൊട്ടാണ് ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കുന്നത്. എനിക്കിഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉടുത്തപ്പോൾ ഒരു രസമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ ഇല്ലേ, എന്താ ലേറ്റ് ആവുന്നേ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ അന്നും തലേ ദിവസവും ഏട്ടൻ്റെ വീട്ടിലെ റിസപ്ഷൻ്റെ വ്ളോഗും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സമയം കിട്ടിയില്ല, അതാണ് സത്യം. പിന്നെ ഈ വ്ളോഗും ഇച്ചിരി ഒന്ന് ലേറ്റായി, കുറച്ച് എഡിറ്റ് ചെയ്യാൻ താമസിച്ചു. സാരമില്ലല്ലേ. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് നേരെ അമ്പലത്തിലോട്ടല്ല പോകുന്നത്, അമ്മേൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് പോകുന്നത്. ഞങ്ങൾ മമ്മി എന്നാണ് വിളിക്കുന്നത്. ഇതാണ് മമ്മി, അമ്മയുടെ അനിയത്തിയാണ്. അമ്മയുടെ അനിയത്തി മോനും ഉണ്ട്. അപ്പോൾ മമ്മിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോകുന്നത്. നമ്മൾ വന്നേക്കുന്നത് കവിയൂർ മഹാദേവൻ്റെ ക്ഷേത്രത്തിലാണ്. ഈ അമ്പലം എനിക്ക് ഏട്ടനും ഭയങ്കര ഒരു ഫേവറേറ്റ് അമ്പലമാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഇമോഷണലി കണക്ഷനുള്ളൊരു അമ്പലമാണ്. കാരണം ഏട്ടൻ എന്നെ പരിചയപ്പെട്ടിട്ട് ഫസ്റ്റ് പോകുന്നത് ഈ അമ്പലത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പുറത്ത് പോകുന്നത് അത് ഈ അമ്പലത്തിലോട്ടാണ്, ഒറ്റയ്ക്ക് ഒരുമിച്ച് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര കണക്ഷൻ ഉള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ വന്നു. ഈ അമ്പലത്തിൽ ഭയങ്കര പോസിറ്റീവ് ഫീലാണ്, അടിപൊളി ആംബിയൻസ് ആണ്, നല്ല രസമാണ് ഇവിടെ വരാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ ഏട്ടനും മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലുള്ള ആംബിയൻസ് ആണ്. ഇതിൻ്റെ അപ്പുറത്ത് ആറാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ തൊഴുതു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് വിഷ്ണു ചേട്ടൻ, മമ്മിയുടെ മോൻ. അമ്പലത്തിൽ ഇറങ്ങി തൊഴുത് ഞങ്ങൾ നേരെ പോയത് ചെരുപ്പ് മാറ്റി വാങ്ങണമായിരുന്നു. ഏട്ടൻ എനിക്ക് വാങ്ങിച്ചത് ഒരു പൊടിക്ക് ചെറുതാണ്, പുള്ളി ഓൺലൈനിൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പം അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇച്ചിരി ചെറുതായിപ്പോയി. അത് ജസ്റ്റ് ഒരു സൈസ് കൂട്ടിയെടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് മമ്മിയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ എത്തിയിട്ട് എനിക്ക് മിഞ്ചി ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെക്കാട്ടി ആഗ്രഹം എൻ്റെ ഏട്ടനായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ മിഞ്ചി ഇട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് പുള്ളി തന്നത്. മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ മിഞ്ചി വാങ്ങിയിട്ടുണ്ട് എന്ന്, ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസായിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്ക് മിഞ്ചി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. പിറ്റേ ദിവസം, അതായത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇന്ന്. 12-ാം തീയതി 11-ാം തീയതിയാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല വാതിൽ ചടങ്ങ്, അതായത് അടുക്കള കാണൽ എന്ന് എൻ്റെ അവിടെ പറയും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ വരുവാണ്. അത് കഴിഞ്ഞ് അവരെ കൂടെ തന്നെ ഞങ്ങൾ തിരിച്ചു പോവും. അങ്ങനെ ഞാൻ മിഞ്ചിയിട്ട് നല്ലതല്ലേ, രസമുണ്ടെങ്കിൽ പറയണേ. മിഞ്ചി ഇട്ടിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് വാങ്ങാനാണ് പോയത്. എനിക്ക് വീട്ടിലിടാൻ മാത്രമേ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളായിരുന്നു, പുറത്തിടാനായിട്ട് വാങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ വന്നിട്ട് വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയി. ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചിടാൻ തുടങ്ങിയതിന് ശേഷം അതേ ഞാൻ ഇടത്തുള്ളായിരുന്നു. വേറെ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എനിക്ക് ഓക്കെ ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ വന്നിട്ട് വാങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. സാധാരണ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് എടുക്കാത്തതാണ്. ഇപ്പോൾ എന്തോ പെട്ടെന്ന് എന്നെ ഡ്രസ്സ് എടുത്തു. ഒരു 3-4 സെറ്റ് ഡ്രസ്സ് എടുത്തായിരുന്നേ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നതായിരിക്കും ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. പിന്നെ അങ്ങോട്ട് വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ മറന്നുപോയി, സത്യം പറഞ്ഞാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അടുക്കള കാണാൻ വന്നതും ഞങ്ങൾ ഇറങ്ങിയതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. പിന്നെ അവരൊരു ട്രാവലല്ലോ ബസ്സിലാണ് വരുന്നത്, ടൂറിസ്റ്റ് ബസ്സിലാണ് വന്നത്. അപ്പോൾ പൊടിച്ച് ഉറക്കം. ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൂടെ ഡാൻസ് കളിക്കുള്ളൂ എന്ന് പറഞ്ഞത് മുതലാണ്. ഞാൻ വന്നപ്പോൾ ഉറക്കം, എല്ലാണോ ഉറക്കം. അച്ഛൻ ദേ ഉറങ്ങുക, പൊടിച്ച് കിടന്ന് ഉറങ്ങുക. ഞങ്ങൾ പിന്നെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു.
പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഓണായി തുടങ്ങി. കുറച്ച് പേര് എണീക്കുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒന്ന് ഓണായി വരാൻ ഇച്ചിരി പാടായിരുന്നു. ഓണായി വന്നാൽ പിന്നെ ഇങ്ങോട്ട് സെറ്റായിരുന്നേ. പിന്നെ ദേ പൊടിച്ച് അങ്ങോട്ട് ഓണായി. പിന്നെ എല്ലാവരും അങ്ങോട്ട് ഓണായി. എല്ലാം പിന്നെ അങ്ങോട്ട് സെറ്റായിരുന്നു. ഇതാണ് നിഖിൽ, എൻ്റെ അനിയൻ്റെ അതേ പേരുള്ള മോനാണ്. ജിത്തു എന്ന് വിളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. ഇവൻ, സായി, ഇതൊക്കെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ്. അനിയൻ്റെ ഫ്രണ്ട്സാണ്. ദേ പിറകിൽ ഫുള്ളും അവന്മാരായിരുന്നു. അവന്മാരെ ഗ്യാങ് ആയിരുന്നു പിറകിൽ. പിന്നെ ദേ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി. അമ്മേരെ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങ് അർമാദിക്കും. ഏട്ടൻ വന്നില്ല. ഏട്ടൻ പിന്നെ ഇൻട്രോവേർട്ടായതുകൊണ്ട് ഏട്ടൻ പിന്നെ വരില്ല. പുള്ളി പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അല്ലാത്തപ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. എന്നെ ഡാൻസ് കളിക്കാനായിട്ട് അവർ ആവാതെ വിളിച്ചു. എനിക്ക് പിന്നെ നല്ല ക്ഷീണം, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസത്തെ ഓട്ടം ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പണ്ടാരങ്ങൾ സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് അച്ഛൻ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി പൊടിച്ച് കളിക്കാതിരുന്നല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങ് പോയി. ഞാനും അങ്ങോട്ട് പറഞ്ഞു. പുള്ളി ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടൻ ഒട്ടും വരില്ല. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് തകർത്തങ്ങ്. പിന്നെ ഫുൾ ഏട്ടൻ നല്ല രീതിക്ക് കവർ ചെയ്ത് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഏട്ടൻ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. പൊടിച്ചും ജിത്തുമായിരുന്നു ട്വീറ്റ് ചെയ്തിരുന്നത്. ഇതാണ് നിഖിൽ, ജിത്തു എന്ന് വിളിക്കും.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡായി, എനിക്ക് മതിയായി, എനിക്ക് തലവേദനയും ദേഹം വേദനയൊക്കെ ആയിരുന്നു, നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങ് സൈഡായി. അങ്ങനെ ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കല്യാണ മണ്ഡപത്തിലോട്ട് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചൊരു ഭാര്യയായിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭയങ്കര എന്തോ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ഫീലാണ്, സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിലെത്തി, ഇനി ഒന്ന് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പുറകെ വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ വീണ്ടും ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.